ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പൂക്കളുടെ ഒരു വസന്തകാലമാണല്ലേ. കാരണം ഇപ്പോൾ സമ്മർ സീസണാണ്. ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ നമുക്ക് എന്താണ് പൂക്കളുടെ ഒരു പറുദീസയായിരിക്കും അല്ലേ. ഇപ്പോൾ ഇത് ഹൈബ്രിഡ് ബോഗൻവില്ലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സാണ് ഞാൻ കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സീനിയർ പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും നോക്കിയാലും ബൊഗെയിൻവില്ലാണെങ്കിലോ, എക്സോറ പ്ലാന്റ് ആണെങ്കിലും, അതുപോലെ തന്നെ മാൻഡിവില്ലാണെങ്കിലോ, അതുപോലെ തന്നെ മണിമുല്ല, അങ്ങനെയുള്ള എല്ലാ പ്ലാന്റ്സും, അതായത് കിപ്പർ, ജാസ്മിന്, എല്ലാ പ്ലാന്റും ഇപ്പോൾ നിറഞ്ഞു പൂക്കുന്നൊരു സമയമാണല്ലേ. അപ്പോൾ നമ്മൾ എങ്ങോട്ട് ഇരിഞ്ഞാലും പൂക്കൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിത് പാലസിൽ, അതായത് നമ്മുടെ മൈസൂരിലുള്ള പാലസിൽ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇവിടെ നോക്കുമ്പോൾ എന്താ പറയുക, മുറ്റത്താണെന്ന് വെച്ചിട്ടുള്ളത്. നല്ല സൺലൈറ്റുള്ള സ്ഥലത്താണ്. നമ്മുടെ ചെണ്ടുമല്ലി ചെടിയും അതുപോലെ തന്നെ സീനിയ പ്ലാന്റും അവർ ഇങ്ങനെയും നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നി. അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ നമുക്കറിയാം സീനിയ ചെടിക്ക് നല്ല വെയിലിഷ്ടമുള്ള ചെടിയാണ്. അപ്പോൾ നമുക്ക് വിത്ത് പാകിയിട്ടാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ മാൻഡിവില്ല പ്ലാന്റ്, അതായത് ബന്ദിച്ചെടി എന്ന് പറയുമോ, അല്ലെങ്കിൽ ചെണ്ടുമല്ലി എന്നൊക്കെ പറയുന്ന ചെടിയാണ് ഒഴിച്ച് ഓറഞ്ച് കളറിൽ യെല്ലോ കളറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നല്ല ഡെക്കറേഷനാണ് കേട്ടോ, സൂപ്പർ. കാരണം നല്ല രീതിയിൽ അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പല കളറിലും എന്തൊരു ഭംഗിയാണ്. നമുക്കൊക്കെ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ പൂക്കളെ കാണുമ്പോൾ. കാരണം ചെടികളെ സ്നേഹിക്കുന്നവർ ചെടികൾ കണ്ടാലും പൂക്കൾ കണ്ടാലൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് പോയിട്ട്, കാരണം ചെടികൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിറയെ പൂക്കളെയും കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയി. കാരണം എന്ത് ഭംഗിയിലാണ്, എല്ലാ കളറിലാണ് സീനിയ പ്ലാന്റ് ഉള്ളത് കേട്ടോ. സീനിയ പ്ലാന്റ് സീഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സീഡ് നമ്മൾ പാകി കൊടുത്തിന് നമുക്ക് ഓൺലൈനിലായിട്ട് സീഡ് കിട്ടും. നേഴ്സറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സീനിയ പ്ലാന്റ്സിൻ്റെ സീഡ് കിട്ടും. സീനിയ പ്ലാന്റ്സ് തന്നെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, ഹൈബ്രിഡ് ഇനത്തിലുണ്ട്, നാടൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന മൊത്തം ഹൈബ്രിഡ് ഇനത്തിലുള്ള സീനിയ പ്ലാന്റ്സ് ആണ്. ഡബിൾ പെറ്റലുണ്ട്, സിംഗിൾ പെറ്റലുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല കളറിങ്ങിൽ ഓരോ ചട്ടിയിലും ഓരോ കളറിങ് വെച്ചിട്ട് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട താഴെ തന്നെ നമ്മുടെ ചെണ്ടുമല്ലി ഇങ്ങനെ മഞ്ഞ കളറിൽ, യെല്ലോ കളറിൽ ഇങ്ങനെ ചെണ്ടുമല്ലി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സീനിയ പ്ലാന്റ്സിൻ്റെയും ചെണ്ടുമല്ലി പ്ലാന്റ്സിൻ്റെയും കുറച്ച് കെയറിങ്ങുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം സീനിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ചെണ്ടുമല്ലി പ്ലാന്റ്സിൻ്റെ, അതായത് മാരിഗോൾഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ആ വീഡിയോ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് നമ്മുടെ സീനിയ പ്ലാന്റ്സിനെ കുറിച്ച് നോക്കാം. അപ്പോൾ സീനിയ പ്ലാന്റ്സ് നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ 3-4 വിധത്തിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ നാടൻ ഇനത്തിലുള്ള സീനിയ പ്ലാന്റ്സ്, കുറച്ച് പൊക്കം വെക്കുന്ന ഇനത്തിലുള്ള നമ്മൾ സീനിയ പ്ലാന്റ്സ് ആയിരുന്നു കണ്ടിട്ടുള്ളത്. നന്നായിട്ട് പൊക്കം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വിത്ത് നമ്മളെ മുറ്റത്ത് തന്നെ ആ പൂവ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് പാകിയിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ അത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വിത്തൊക്കെ നമുക്ക് പാക്കറ്റിലേക്ക് കിട്ടും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, കുറച്ച് ചകിരിച്ചോറും കുറച്ച് പൂയും മണലും ഒക്കെ കൂട്ടിയിട്ട് മണൽ കൂട്ടിയിട്ട് നമ്മളത് പാകി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4-5 ഇല വന്നതിന് ശേഷം, അല്ലെങ്കിൽ 5-6 ഇല വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകൾ ഭാഗം, അതായത് ഒന്ന് പിൻ ചെയ്യാന്ന് വെച്ചാൽ നുള്ളി കൊടുക്കുക. നമ്മൾ നുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ സീനിയ പ്ലാന്റ്സിൻ്റെ കുറേ ശിഖരങ്ങളൊക്കെ വന്നിട്ട് ഒന്നായിട്ട് പുഷ്ടിയായിട്ട് നിൽക്കും കേട്ടോ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് അതിങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ട് നല്ല പുഷ്ടിയായിട്ട് ഒരുപാട് പൂക്കളൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ മതി. അപ്പോൾ സീനിയ പ്ലാന്റ്സിൽ നിറയെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സീനിയ പ്ലാന്റ്സിൻ്റെ തലഭാഗം നമ്മളൊന്ന് നുള്ളി കൊടുത്താൽ മതി. അതായത് പിൻ ചെയ്താലും മതി, അല്ലെങ്കിൽ കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ബ്രാഞ്ചസ് ആയിട്ട് നന്നായിട്ട് നമുക്ക് പൂക്കൾ കിട്ടും. പിന്നെ ഇതിന് പൂക്കൾ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് തന്നെ എന്തായാലും വെക്കണം കേട്ടോ. നല്ല സൺലൈറ്റ് ഇഷ്ടമുള്ള ചെടിയാണ് നമ്മുടെ സീനിയ പ്ലാന്റ്സ്. അതുപോലെ തന്നെ നമുക്ക് നടുന്ന സമയത്ത് നന്നായിട്ട് ചാണകപ്പൊടി, അതിൽ തന്നെ മണൽ, ചകിരി, ചോക്ക മിക്സ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ലൊരു പോട്ടിംഗ് മിക്സിൽ നട്ടു കൊടുക്കണം. എല്ലാ മാസവും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സീനിയ ചെടിക്ക് നന്നായിട്ട് വളം കൊടുക്കണം കേട്ടോ. സീനിയ ചെടിക്ക് നല്ല രീതിയിൽ വളം കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ നല്ല വെയിലത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ, അത് പോട്ടിലാണ് നട്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ആവശ്യത്തിന് കേട്ടോ. നന്നായിട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളമല്ല ഉദ്ദേശിക്കുന്നത്. നല്ല വെയിലത്തായത് കൊണ്ട് വെള്ളം അത്യാവശ്യമായിരിക്കും. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സീനിയ പ്ലാന്റ്സിന് നമുക്ക് ഒരുപാട് കെയറിങ് ഒന്നുമില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്
തിക്കായിട്ട് ബുഷിയായിട്ട് വളരും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മാരിഗോൾഡ് പ്ലാന്റും നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് പാകിയിട്ട് നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലേ. മാരിഗോൾഡ് പ്ലാന്റിൻ്റെ ഞാൻ കാര്യമായിട്ട് പറയാത്തത് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ പറയാത്തത്, വീണ്ടും വീണ്ടും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പൂക്കളെ കാണുമ്പോൾ ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ പൂക്കളെ കാണുമ്പോൾ നമ്മളെ കണ്ണുകളിങ്ങനെ വിസ്മയം കൊള്ളിക്കുകയല്ല, നല്ല ഭംഗിയാണല്ലോ നമുക്ക് പൂക്കളെ കാണുമ്പോൾ. അപ്പോൾ ഇത് നല്ല ഭംഗിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ചുറ്റുപാട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ മാരിഗോൾഡ് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിലും റൗണ്ട് ഷേപ്പിൽ തന്നെ ഇത് സീനിയ വെച്ചിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഒരു ഇലച്ചെടിയും കൂടി വെച്ചിട്ട് നല്ല കണ്ടില്ല, ഡബിൾ പെറ്റിലുള്ള ചെടിയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വളം ഏത് ചെടിക്കാലും നമ്മൾ വളം കൊടുക്കണം. നമുക്കിതിന് NPK 19 ഉപയോഗിക്കാൻ പറ്റും. DAP ആണെങ്കിൽ കുറഞ്ഞ അളവിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ DAPൻ്റെ NPKൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരതും കാണണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമ്മളെ ചെടികൾക്ക് മാറി 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 വളം കൊടുത്താൽ മാത്രമേ നമ്മളെ ചെടികൾ നല്ല ബുഷിയായിട്ടും നിറയെ പൂക്കൾ ഉണ്ടാകാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം എന്താ പറയുക, പൊട്ടാഷ് കൂടുതൽ വേണം, ഫോസ്ഫറസ് പൊട്ടാഷ് ഉണ്ടെങ്കിലാണ് പൂക്കൾ ഉണ്ടാവുക. DAP നമുക്ക് ഇട്ട് കൊടുക്കുക, NPKയിൽ പിന്നെ നമുക്ക് MPU KU കൂടുതലുള്ളത് വാങ്ങിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഏത് ചെടിക്കും ഒരുപാട് വളമായി പോരുത് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത് എന്നാണ്. നമ്മൾ ഏത് ചെടിക്കും ഓവർ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓവർ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ ചെടി നശിച്ചു പോകും. ഒരുപാട് നമ്മൾ വെള്ളം കൊടുക്കാതിരിക്കുക, ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുക, വളം ഏറിപ്പോരുത്. പക്ഷേ നമ്മൾ മാസത്തിൽ കൃത്യമായിട്ട് നമ്മൾ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ന്യൂട്രൻസും മിനറൽസും ഒക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് അങ്ങനെ നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവരോ ചെടികളെ വളർത്തുന്നവരോ എന്തായാലും ചെടികളെ നന്നായിട്ട് പരിപാലിക്കുന്ന ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ നോക്കിയാൽ നമുക്ക് നിറയെ പൂക്കളയും കിട്ടും.